കൽപ്പന തിവാരിയുടെ ഡെഡ് ബോഡി സുള്ളിയയിലെ ഒരു പാറക്കുളത്തിൽ നിന്ന് ഫയർഫോഴ്സ് തപ്പിയെടുത്ത കാര്യം താൻ അറിഞ്ഞോ? അറിഞ്ഞു. അതേക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ തനിക്ക്? കഷ്ടമെന്നല്ലത് എന്താ പറയാ സാർ? ഗ്രീൻലാൻഡ് എസ്റ്റേറ്റിലെ ആ പഴയ കെട്ടിടത്തിൽ കൽപ്പന നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നെന്നല്ലേ മുമ്പ് താൻ പറഞ്ഞത്? അതെ സാർ, ആ കെട്ടിടത്തിൽ എന്നെപ്പോലെ തന്നെ കൽപ്പനയും സദാനന്ദ ഷെട്ടിയുടെ തടവുകാരിയായിരുന്നു. എന്നിട്ട് നിങ്ങൾ മാത്രം അവിടുന്ന് രക്ഷപ്പെട്ടു. കൽപ്പനയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയാനും വയ്യ. പോലീസ് തന്റെ ഈ നുണക്കഥ അതേപടി വിഴുങ്ങണോ? എന്താടോ, തനിക്കൊന്നും പറയാനില്ലേ? തന്റെ വായിലെന്താടോ, പഴമാണോ? സത്യമെന്താണെന്ന് സാറിനോട് ഞാൻ പലതവണ പറഞ്ഞു കഴിഞ്ഞു. സദാനന്ദ ഷെട്ടിയാണ് എന്നെയും കൽപ്പനയും അവിടെ തടങ്കൽ വെച്ചതെന്ന് ഞാൻ എത്ര പറഞ്ഞിട്ടും സാർ വിശ്വസിക്കുന്നില്ല. പിന്നെ ഞാനെന്താ പറയാ? കൽപ്പനയെ നിങ്ങൾക്കൊന്ന് പാറക്കുളത്തിൽ തള്ളിയതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? എന്ന് എങ്ങനെ അത് ചെയ്തു? കൊലപാതകത്തിൽ ആർക്കെല്ലാം പങ്കുണ്ട്? ഇത്രയും വിവരങ്ങൾ എനിക്കറിയണം. സർ, രാത്രി കാട്ടിൽ ഞങ്ങൾ രക്ഷപ്പെടുമ്പോൾ സദാനന്ദ ഷെട്ടിയുടെ ആളുകൾ ഞങ്ങളെ ആക്രമിച്ചു. രക്ഷപ്പെടാൻ നോക്ക്. നീ ഓടി രക്ഷപ്പെട്ടോ, ഇവന്മാരെ നോക്കാൻ ഞാൻ മതി. ഞാൻ സദാനന്ദ ഷെട്ടിയുടെ ഗുണ്ടകളുമായി ഏറ്റുമുട്ടുന്നതിനിടയിൽ കൽപ്പനയും നാഗരാജും എങ്ങോട്ടോ ഓടിപ്പോയി. പിന്നീട് നാഗരാജനെ മാത്രമേ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞുള്ളൂ. കൽപ്പനയുടെ നിലവിളി ഞങ്ങളൊരു തവണ കേട്ടു. പിന്നെ അവൾക്കെന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾക്കറിയില്ല. നിലവിളി കേട്ടിട്ടും കൽപ്പനയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ തിരക്കില്ലേ? സർ, ആ സമയത്ത് സദാനന്ദ ഷെട്ടിക്ക് പിടികൊടുക്കാതെ രക്ഷപ്പെടുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏക ലക്ഷ്യം. മാത്രമല്ല, കൽപ്പനയെ തിരഞ്ഞെടുക്കാൻ അവളെൻ്റെ ഭാര്യയൊന്നുമല്ലല്ലോ. എന്നെ ആ കുരുക്കിലൊക്കെ കൊണ്ടേ ചാടിച്ച ഹത്യാഗ്രഹിയായ ആ സ്ത്രീയെ തേടി ഞാൻ എന്തിനലയണം? ഓ, കൽപ്പനയ്ക്ക് എന്ത് സംഭവിച്ചു എന്നാ നിങ്ങളുടെ ഊഹം? അവളെ ആരെങ്കിലും കൊലപ്പെടുത്തിയതാണെന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നില്ല. അങ്ങനെ കൊന്നിട്ടുണ്ടെങ്കിൽ അതേതെങ്കിലും വന്യമൃഗങ്ങളാവാനേ സാധ്യതയുള്ളൂ. അതല്ലെങ്കിൽ അവൾ കൂരിട്ടത്തോടി പാറമടയിൽ ചെന്ന് വീണിരിക്കാം. ഓഹോ, സദാനന്ദ ഷെട്ടിയാണ് അവളെ കൊന്നതെന്ന് നിങ്ങൾ സംശയിക്കുന്നില്ല? തെളിവുകളൊന്നുമില്ലാതെ ഞാൻ ആരെയും കുറ്റം വിധിക്കാറില്ല സാർ. സദാനന്ദ ഷെട്ടിയെ കൂടാതെ തനിക്ക് ഒരു കഥയും പറയാനില്ല അല്ലേ? ഇല്ല സാർ. എന്നാൽ ഞാനൊരു കഥ അങ്ങോട്ട് പറയാം. യതിയെ കൊലപ്പെടുത്തിയത് താനും കൽപ്പനയും കൂടി ചേർന്നാണ്. എന്നിട്ട് ഗ്രീൻലാൻഡ് എസ്റ്റേറ്റിലെ ഒളിസങ്കേതത്തിൽ ആരും അറിയാതെ രണ്ടുപേരും കൂടി 5 മാസക്കാലം സുഖിച്ച് ജീവിച്ചു. ജയിലിൽ നിന്നിറങ്ങിയ ഭർത്താവിനോടൊപ്പം കൽപ്പന പൊയ്ക്കളയുമെന്ന് മനസ്സിലായപ്പോ നീ അവളെ കൊന്ന് പാറക്കുളത്തിലെറിഞ്ഞു. സാറിനിതിന്റെ കോപ്പിറൈറ്റ് പോലും കിട്ടില്ല സാറേ. ഇതാ ക്രൈംബ്രാഞ്ച് DYSP ഉണ്ടാക്കിയ കഥയല്ലേ? നീ എന്താ കളിയാക്കാനോടാ പന്നം? ഇത്രയും നേരം മര്യാദയ്ക്ക് ഞാൻ സംസാരിച്ചു. നീ സത്യം പറഞ്ഞില്ല. നിന്നേക്കാൾ വലിയ കൊമ്പന്മാരെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിച്ചിട്ടുണ്ടടാ റാസ്കൽ. നീ സത്യം പറയില്ല അല്ലടാ. കയ്യിന്ന് വിറ. കയ്യെന്ന് വിട. കൊല്ലാൻ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഇനി എന്നെ തല്ലാവൂ. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യടാ? ഇവിടെ പുറത്തിറങ്ങിയാം നശിപ്പിച്ചു കളയും ഞാൻ. കൂടുമ്പോ പൂവും കായും വേരോടക്കം. 36 കൊല്ലം മുമ്പ് ഈ അധോലോകത്ത് ജീവിച്ചവനാണ് ഞാൻ. അറിയോ? യതിയെ കൊന്നതും കൽപ്പനയെ കൊന്നതും ഞാനല്ല. സാറിനും അറിയാൻ ഞാൻ നിരപരാധിയാണെന്ന്.
ഇതൊന്നും വേണ്ടായിരുന്നു മാം സാബ്. ശിവജിക്ക് ഹോട്ടൽ ഭക്ഷണമല്ലേ എന്നും. ഇന്ന് ഊണുകൂടി കഴിച്ചിട്ട് പോയാൽ മതി. ഒന്നും കഴിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാനിപ്പോ. മനസ്സിന് സുഖമില്ല മോളൂ. അതുകൊണ്ട് വായിക്ക് രുചിയുമില്ല. ആരെങ്കിലും എന്തെങ്കിലും കഴിക്കാൻ പറയുമ്പോൾ ദേഷ്യം വരുന്നു. എല്ലാവരോടും വഴക്കടിക്കാൻ തോന്നുന്നു. എന്തു പറ്റി അത്രയ്ക്ക് നിരാശ തോന്നാൻ? തമ്പിസാവിന്റെ അവസ്ഥ ഓർത്ത മാത്രം മതിയല്ലോ. എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടാണോ? സദാനന്ദ ഷെട്ടിയാണ് തമ്പിസാബിനെയും കൽപ്പനയെ ഒളിവിൽ പാർപ്പിച്ചെന്ന് തെളിയിക്കാൻ പോലീസിന് കഴിയാഞ്ഞിട്ടാണോ? പോലീസിനറിയാം സത്യം എന്താണെന്ന്. പോലീസ് കണ്ടെടുത്ത അസ്ഥികൂടം പോലും കൽപ്പനയുടേതല്ലെന്നാ എന്റെ വിശ്വാസം. പക്ഷേ നമുക്ക് തെളിയിക്കാൻ പറ്റില്ലല്ലോ. സദാനന്ദ ഷെട്ടി പറയുന്നതല്ലേ പോലീസിന് വിശ്വാസം. പണം വാരിയെറിഞ്ഞ അയാളുടെ കള്ളക്കളി. നീതി തന്നെ നടക്കണമെന്ന് പോലീസിന് നിർബന്ധമുണ്ടോ? ഇല്ല. ഭരിക്കുന്നവർക്കുണ്ടോ? അതുമില്ല. പണം കെട്ട് ഏത് ദുഷ്ടന്റെ മുമ്പിൽ മുട്ടുമടക്കും പോലീസും ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും എല്ലാം. സദാനന്ദ ഷെട്ടിക്കും കൽപ്പനയെ കൊല്ലേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അയാളാണ് അവളെ കൊന്നെന്ന് ഞാനും വിശ്വസിക്കുന്നില്ല. ഒന്നുകിൽ അവൾ അന്ന് രാത്രി രക്ഷപ്പെട്ട് ഓടുമ്പോ പാറക്കുളത്തിൽ വീണു മരിച്ചു, അല്ലെങ്കിൽ മേംസാവ് പറഞ്ഞ പോലെ അവൾ ഇപ്പോഴും എവിടെയെങ്കിലും ഒളിവിൽ കഴിയുന്നുണ്ടായിരിക്കണം. പക്ഷേ അതൊന്നും തെളിയിക്കാൻ നമ്മുടെ കൈവശം ഒരു തെളിവുമില്ലല്ലോ. കൽപ്പനയെ കൊലപ്പെടുത്തിയെന്ന കുറ്റം കൂടി ഇപ്പൊ പോലീസ് അദ്ദേഹത്തിന്റെ തലയിൽ കെട്ടിവെക്കുവോ? അങ്ങനെ ഒരു നീക്കം നടക്കുന്നുണ്ടെന്നാ എന്റെ ഒരു ബലമായ സംശയം. കാസർഗോഡ് പോലീസല്ലേ കൽപ്പനയുടെ കേസ് അന്വേഷിക്കുന്നത്. സദാനന്ദ ഷെട്ടിക്ക് അവിടെ നല്ല ഹോൾഡാ. അവിടുത്തെ പോലീസിനെ അയാൾ ഇതിനകം കയ്യിലെടുത്തു കഴിഞ്ഞിരിക്കും. കൽപ്പനയുടെ കൊലപാതകത്തിനും ചിലപ്പോ തമ്പിസാബ് തന്നെ ഉത്തരം പറയേണ്ടി വന്നേക്കും. അദ്ദേഹത്തിന് കൽപ്പനയെ കൊലപ്പെടുത്തിയിട്ട് എന്തെങ്കിലും നേടാനുണ്ടോ? ഒരു സാമാന്യ യുക്തിക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. ഇതൊക്കെ ആരോട് പറയാനാ മേം സാബ്? ശരിക്കും നീതി നടക്കുന്നുണ്ട് എവിടെയെങ്കിലും? ഇതിന്റെ എല്ലാം പുറകിൽ നിന്ന് ചരട് വലിക്കുന്നത് ആ മുരളീകൃഷ്ണനാണെന്നാ എന്റെ ബലമായ വിശ്വാസം. അതുറപ്പല്ലേ? നമ്മൾ വിചാരിച്ച പോലെയല്ല. അയാൾക്ക് നല്ല സ്വാധീനമുണ്ട്. ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവല്ലേ? പക്ഷേ നേതാക്കന്മാർക്കും ഒരു നീതി ന്യായം വേണ്ട ശിവജി. അങ്ങനത്തെ നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. ആ വംശം കുറ്റിയേറ്റ് പോയി. ഇപ്പൊ കൊള്ള, കൊല, കൈക്കൂലി, അഴിമതി, പക്ഷപാതം, കുതികാൽവെട്ട്, ചതി, വഞ്ചന, അധികാര ദുർവിനിയോഗം, ഇതൊക്കെയാ നേതാക്കന്മാരുടെ ഗുണഗണങ്ങൾ. ഞങ്ങളൊക്കെ എന്ത് ഭേദമേ മേം സാബ്? മുംബൈയിലായിരുന്ന കാലത്തും വല്ല കള്ളക്കടത്തോ ഭീഷണിയൊന്നും അല്ലാതെ ഇമ്മാതിരി നിറകെട്ട ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല. ഒടുവിലെങ്കിലും സത്യം ജയിക്കുമെന്നുള്ള വിശ്വാസത്തിലാ ഞാനിവിടെ ധൈര്യമായിട്ടിരിക്കുന്നത്. ആ ധൈര്യം കൈവിടണ്ട മേം സാബ്. പിടിച്ചു നിൽക്കാൻ ആ ഊന്നുവടിയെങ്കിലും വേണം. ശിവജി എന്നാ കണ്ണൂരിലേക്ക് പോകുന്നത്? റിമാൻഡ് കാലാവധി കഴിയുന്നതിന് 2 ദിവസം മുമ്പെങ്കിലും ചെല്ലണം. തമ്പിസാബിനെ ജാമ്യത്തിലിറക്കാൻ വേണ്ട കടലാസുകളൊക്കെ റെഡിയാക്കി കൊണ്ടുപോകണം. ആദ്യം പോയപ്പോൾ ഞാനിവിടെ നല്ലൊരു വക്കീലിനെ കണ്ടുവച്ചിട്ടുണ്ട്. ഏറ്റവും നല്ല വക്കീലിനെ തന്നെ വെക്കണം ശിവജി. നമ്മുടെ നോട്ടക്കുറവുകൊണ്ട് അദ്ദേഹത്തിന് ഒരു കുഴപ്പം ഉണ്ടാവരുത്. അതെല്ലാം ഞാൻ നോക്കിക്കോളാം. വേണ്ടാഞ്ഞിട്ട മോളൂ, നമുക്കിനി ഒരു ദിവസം സന്തോഷമേ ഒത്തുകൂടാ. ഇപ്പൊ നമുക്ക് കഷ്ടകാലമാണ്. പോട്ടെ മേം സാബ്. കണ്ണൂരിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ വരാം. എനിക്ക് കുറച്ച് പൈസ വേണ്ടി വരും. എത്ര വേണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ എടുത്തു വച്ചേക്കാം. പറയാം. പോട്ടെ. വരട്ടെ മോളൂ. ഇവിടെ നിങ്ങളെല്ലാവരും എപ്പോഴും ഒന്നിച്ചായിരിക്കണം. കിടക്കുന്നത് പോലും ഒറ്റയ്ക്കൊറ്റയ്ക്കായി പോരുത്. ആരെയും വിശ്വസിക്കേണ്ട. സമയം മോശമാ. വരട്ടെ.
ഛേ, എടുക്കുന്നുമില്ലല്ലോ. ആ ആൻറ്റി, മുരളേട്ടൻ എവിടെ പോയതാ ആൻറ്റി? ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. അവനെങ്കിലും ഒന്ന് വെറുതെ വിടാൻ പാടില്ല നിങ്ങൾക്ക്. ചന്ദ്രേട്ടനെ കൊണ്ടുപോയി നശിപ്പിച്ചു. ഇനി മുരളിയും കൂടി പെരുവഴിയിലാക്കിയാലേ നിങ്ങൾക്ക് സമാധാനം ആവുള്ളൂന്നുണ്ടോ? എന്താ ചേച്ചി പ്രശ്നം? ഇവിടെ ഉള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ മതിയെന്ന് പറയുമായിരുന്നു. മുരളി വീടും കുടുംബം ഒന്നും നോക്കാതെ നാട് നന്നാക്കാൻ നടക്കുന്നവനാ. ആൾക്കാരുടെ ഇടയിലുള്ള സൽപ്പേര് മാത്രമേ ഉള്ളൂ അവന് കൈമുതലായിട്ട്. നിങ്ങളായിട്ട് അതും കൂടി ഇല്ലാതാക്കരുത്. ഞങ്ങൾ എന്ത് ചെയ്തു എന്നാ ചേച്ചി പറയുന്നേ? ചിലർ ചതവിൽപ്പെടുത്തി ഞങ്ങളുടെ കിടപ്പാട പോലും കൈവശപ്പെടുത്തി. അതൊന്ന് വീണ്ടെടുത്ത് തരാമോന്ന് ഞങ്ങൾ മുരളിയോട് ചോദിച്ചു എന്നുള്ളത് സത്യം. ഇങ്ങനെയൊക്കെയല്ലേ നേതാക്കന്മാര് മറ്റുള്ളവരെ സഹായിക്കുന്നത്? കിടപ്പാടം നഷ്ടപ്പെട്ടതിന്റെ ചരിത്രമൊക്കെ എനിക്കറിയാം. ആരാരെ ചതിച്ചു എന്നും അറിയാം. പാലപ്പടിക്കാർക്ക് നഷ്ടപ്പെട്ടതൊക്കെ വീണ്ടും കിട്ടിയാലേ അതിന്റെ ഗുണം ചന്ദ്രേട്ടനും കൂടിയാ. ഞങ്ങൾക്ക് ഫിനാൻസ് കമ്പനിയൊക്കെ ഉണ്ടായിരുന്ന കാലത്തെ ഈ കുടുംബത്തിന്റെ ചോറ് അതായിരുന്നില്ലേ? ആ ചോറുണ്ണാൻ പോയതിന്റെ ഫലമാ ചന്ദ്രേട്ടൻ ഇല്ലാത്ത കേസിൽ പ്രതിയായതും ജയിലിൽ കിടന്നതും ഒക്കെ. വേറെ ആരുടെയെങ്കിലും കൂടെ ജോലി ചെയ്തിരുന്നെങ്കിൽ മാനം മര്യാദയായിട്ട് ഞങ്ങൾക്ക് ഇപ്പോഴും ഇവിടെ ജീവിക്കായിരുന്നു. വന്നെന്ന് തോന്നുന്നു. വീട്ടുകാർക്ക് ഗുണമൊന്നും ഇല്ലെങ്കിലും മറ്റുള്ളവരുടെ കാര്യത്തിനാണെങ്കിൽ എന്റെ ആങ്ങളെ കൃത്യസമയത്ത് എത്തിക്കോളും. നിന്റെ കോള് ഞാൻ ഫോണിൽ കണ്ടിരുന്നതാ, പക്ഷെ ഡ്രൈവ് ചെയ്തോണ്ട് എടുക്കാതിരുന്നത്. ഞാൻ കുറെ നേരമായി മുരളേട്ടനെ വിളിച്ചോണ്ടിരിക്കുന്നു. ഇടാ, ആലുവയിലെ പാർട്ടിയുടെ ഒരു ജനറൽ ബോഡി മീറ്റിംഗ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ തിരക്കഥ അനുസരിച്ച് കാര്യങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സദാനന്ദ ഷെട്ടി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ നരേന്ദ്രൻ തമ്പി രക്ഷപ്പെട്ടു എന്ന് പറയുന്ന ദിവസവും കൽപ്പന കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന ദിവസവും ഏറെക്കുറെ ഒന്നാണെന്ന് പോലീസിന് മനസ്സിലായിട്ടുണ്ട്. എങ്കിൽ തമ്പിയെ കൊടുക്കാൻ ആ ഒരു തെളിവ് മാത്രം മതിയല്ലോ മുരളേട്ടാ. എടാ, ബാക്കിയുള്ള തെളിവുകളൊക്കെ പോലീസ് ഉണ്ടാക്കും. അതിനു വേണ്ടിയുള്ളതൊക്കെ സദാനന്ദ ഷെട്ടി ചെയ്തിട്ടുണ്ട്. അപ്പോ കൽപ്പനയുടെ കൊലപാതകവും തമ്പിയുടെ തലയിൽ തന്നെ വരും അല്ലേ? കൽപ്പനയെ കൊന്നത് തമ്പിയാണെങ്കിലും അല്ലെങ്കിലും ആ കേസേ നമ്മൾ അയാളുടെ തലയെ കെട്ടിവെക്കും. എടാ, പിന്നെ തമ്പിക്ക് ജാമ്യം പോലും കിട്ടില്ല. അപ്പോ ഒരു ശല്യം ഏറെക്കുറെ തീർന്നതായിട്ട് കണക്കാക്കാം. ഒന്നല്ല ഹരിക്കുട്ട, രണ്ട്. തമ്പിയെ രക്ഷപ്പെടാൻ സഹായിച്ചത് ശിവജിയല്ലേ? കൽപ്പനയെ കൊന്നത് തമ്പിയാണ് താനും. അപ്പൊ പിന്നെ കൽപ്പനയെ കൊന്ന കേസില് ശിവജിക്ക് പങ്കില്ലാതിരിക്കുവോ? ഇല്ല. കൊലപാതകത്തിന് സഹായിച്ച കൂട്ടുപ്രതി തന്നെയാ ശിവജി. അതൊരു നല്ല ഐഡിയ ആണല്ലോ മുരളേട്ടാ. പോലീസിന്റെ ഈ നിഗമനം നമുക്ക് ഗുണമായിട്ട് വരുമല്ലോ. ഐഡിയ നിഗമനം ഒന്നും പോലീസിന്റെയും പട്ടാളത്തിന്റെ ഒന്നും അല്ല ഹരിക്കുട്ട. ഞാൻ ഒരുത്തനെ അടിച്ച അവൻ പിന്നെ എഴുന്നേക്കില്ല എന്ന് പറഞ്ഞത് വെറുതെയാണോ? അമ്മുവിന്റെ 2 ചിറകൊടിയും. ചിറകൊടിഞ്ഞൊരു പക്ഷിക്കുഞ്ഞിനെ പിന്നെ നമുക്ക് എന്താടാ ചെയ്യാൻ പറ്റാത്തത്? ഇവിടെ എങ്ങോട്ടോ ദൂരയാത്രയ്ക്കാണെന്ന് തോന്നുന്നല്ലോ. കണ്ണൂർക്ക് പോവാ. തമ്പി സാബിന് ജാമ്യത്തിൽ ഇറക്കണ്ടേ? ഓ, അത് ശരിയാണല്ലോ. ഇന്നാണോ? 2 ദിവസം കഴിഞ്ഞ. പക്ഷേ മുമ്പേ തന്നെ അവിടെ ചെന്ന് ചില കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്യണം. വക്കീലിനെയും പോലീസിനെയും ഒക്കെ കാണണം. നരേന്ദ്രനെയും കൂട്ടിക്കൊണ്ടല്ലേ തിരിച്ചു വരൂ? അതിനുവേണ്ടിയാ പോകുന്നേ. ശത്രുക്കളിൽ ആരെങ്കിലും തടവിൽ പിടിച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ സ്വന്തം തല പണയം വെച്ചിട്ടാണെങ്കിലും രക്ഷിച്ചെടുത്തേനെ. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ. പോലീസിനോടും കോടതിയോടും ഗുസ്തി പിടിച്ച് ജയിക്കാൻ പറ്റില്ലല്ലോ. അത് ശരിയാ.
അമ്മു വലിയ പ്രതീക്ഷയിലിരിക്കുക. നരേന്ദ്രന് ജാമ്യം കിട്ടുമെന്നോർത്ത് ആ ഒരൊറ്റ വിചാരവും പ്രാർത്ഥനയും മാത്രമേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ വരുമെന്നാരും കരുതിയില്ലല്ലോ. അവളുടെ കഷ്ടപ്പാടും ദുരിതവും തീർന്നിട്ടില്ലെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കുവോ? സാരമില്ല, ഞാനില്ലേ സഹായത്തിന്. ശിവജി പോവാൻ തയ്യാറായി വന്നിരിക്കുകയാണോ? അതെ മേം സാബ്. എങ്ങനെ പോവും? ട്രെയിനിന് പോകാമെന്നാ ഉദ്ദേശിക്കുന്നത്. അതിന് തിരക്കാണെങ്കിൽ ബസ് കയറും. ബസ്സായിരിക്കും നല്ലത്. ട്രെയിനിന് ടിക്കറ്റ് ഒന്നും ബുക്ക് ചെയ്തിട്ടില്ലല്ലോ. നേരിട്ട് വന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി വന്നതാ. അല്ല, പൈസ വേണ്ടേ? ക്യാഷ് ഞാൻ ബാങ്കിൽ നിന്ന് എടുത്തു വെച്ചിട്ടുണ്ട്. കുറച്ച് ക്യാഷ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാ? ആവശ്യത്തിനുള്ള പൈസ വേണ്ടേ? അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടേ ശിവജി തിരിച്ചു വരാവൂ. ശിവജിയാണല്ലോ പോകുന്നതെന്ന് ഓർക്കുമ്പോ എനിക്ക് നല്ല പ്രതീക്ഷയാ. പ്രതീക്ഷ ആഗ്രഹമൊക്കെ എനിക്കുമുണ്ട് മേം സാബ്. പോലീസിന്റെയും കോടതിയുടെയും കാര്യമല്ലേ, അവിടെ ചെന്നാലേ അറിയാൻ പറ്റൂ. ശിവജിയോട് നിൽക്കേ, ഞാൻ പൈസ എടുത്തോണ്ട് വരാം. ലക്ഷണം കണ്ടിട്ട് ഞങ്ങളെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണെന്ന് തോന്നുന്നുണ്ടല്ലോ. ഞാൻ കണ്ണൂർ CI. നിങ്ങളുടെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തത് ഞാനാ. ഓർമ്മ കാണും. ഒരു ജോലിയും കൂടി ബാക്കിയുണ്ട്. അത് തീർക്കാൻ വേണ്ടി വന്നതാ. എന്താ സാർ? താനല്ലേടോ ശിവജി? അതെ സർ. ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വരണം. താനിവിടെ കാണുമെന്നൊരു ഊഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. താൻ എവിടെങ്കിലും യാത്ര പോകാൻ നിൽക്കുകയാണോ? സർ, ഞാൻ കണ്ണൂരിലേക്ക് പുറപ്പെടാൻ ഇറങ്ങിയതായിരുന്നു. എന്തിന്? ഞാൻ തന്നെ അന്വേഷിക്കുന്നുണ്ടെന്ന് താൻ അറിഞ്ഞിരുന്നോ? അതല്ല സർ, തമ്പി സാബിനെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി. അതിന്റെ ഒന്നും ആവശ്യം വരില്ലടോ. തനിക്ക് ജാമ്യം വേണമെങ്കിൽ ആരെങ്കിലും ഏർപ്പാട് ചെയ്തോ? എനിക്കെന്തിനാണ് സർ ജാമ്യം? ജാമ്യം വേണ്ടേ? സർ, അതിന് ഞാനൊരു കേസിലും പ്രതിയല്ലല്ലോ. പ്രതിയാണല്ലോ. കൽപ്പനയെ കൊന്ന് പാറക്കുളത്തിൽ തള്ളിയ കേസിലെ 2ാം പ്രതി. ഒന്നാം പ്രതി നരേന്ദ്രൻ തമ്പി. സാർ എന്തായി പറയുന്നേ? കൽപ്പന എങ്ങനെ കൊല്ലപ്പെട്ടെന്ന് പോലും എനിക്കറിയില്ല. ഞങ്ങൾക്കും അറിയില്ല. തന്നോട് ചോദിച്ചു മനസ്സിലാക്കാമെന്ന് വിചാരിച്ചാണ് വന്നത്. സർ, ഇത് ആടിനെ പട്ടിയാക്കുന്ന പോലെ ഒരു ഏർപ്പാടാണല്ലോ. യു ഷട്ട് അപ്പ് റാസ്കൽ. പോലീസിന്റെ അടുത്താണോ നിന്റെ വിളച്ചിൽ? സർ, ഞാൻ ആരെയും കൊന്നിട്ടില്ല. കൽപ്പനയും ഞാനും തമ്മിൽ ഒരു ഇടപാടുമില്ലായിരുന്നു. സർ, ആ സ്ത്രീയെ കൊല്ലേണ്ട യാതൊരു ആവശ്യം എനിക്കില്ല. കൊല്ലേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ കൊന്നോ എന്നൊക്കെ ഇനി കോടതി തീരുമാനിക്കും. യു ആർ അണ്ടർ അറസ്റ്റ്. ഇങ്ങോട്ട് കൊണ്ടുപാടാം. ഇനി കൈനീട്ടാൻ തന്നോട് പ്രത്യേകിച്ച് പറയണോ? നരേന്ദ്രൻ തമ്പി ജാമ്യത്തിൽ ഇറക്കാൻ ആരും മെനക്കെടണ്ട. ഇനി അഥവാ ഇറക്കിയാൽ തന്നെ 1 മണിക്കൂറിനകത്ത് വീണ്ടും അറസ്റ്റ് ചെയ്യും. കൽപ്പനയെ കൊന്ന കുറ്റത്തിന്. സർ, ഈ കള്ളത്തരവും ചതിയും ഒക്കെ എത്ര നാൾ നിലനിൽക്കും? ഇത് കള്ളക്കേസല്ലേ സർ? കൽപ്പന മരിക്കുമ്പോ ശിവജി കാസർഗോഡ് പോലും ഉണ്ടായിരുന്നില്ല. അത് നിന്റെ തെറ്റിദ്ധാരണ. പോലീസിനെ നീ നിയമം പഠിപ്പിക്കണ്ട. പോലീസിനറിയാം എന്തു വേണമെന്ന്. കൽപ്പന കൊല്ലപ്പെട്ട രാത്രി ഇയാൾ കാസർഗോഡ് വന്നതിനും
നരേന്ദ്രൻ തമ്പിയെ കാറിൽ കയറ്റിക്കൊണ്ടുപോയതിനും തെളിവുണ്ട്. ട്രയൽ നടക്കുമ്പോൾ കോടതിയിലോട്ട് വന്നാൽ മതി, എല്ലാം വിസ്തരിച്ച് കേൾക്കാം. ജീപ്പിലോട്ട് കയറ്റ്. വരണം.